തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം തെളിയുന്നു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. 2261 നോമിനേഷനുകളാണ് ഇന്നലെ സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. വിമതരെ അനുനയിപ്പിക്കാൻ രാഷ്ട്രീയ കക്ഷികൾ നീക്കം തുടരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ഉമേഷ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്ന് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ദിവസമാണ്. കാരണം ഇന്നലെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഏകദേശം 2261 നോമിനേഷനുകൾ തള്ളിയിരുന്നു. ഇനി അവശേഷിക്കുന്നത് 98,451 സ്ഥാനാർത്ഥികളാണ്. നോമിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ 1,40,995 നോമിനേഷനുകളും അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഇനി പ്രധാന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വിമതന്മാരുണ്ട്. വിമത ശല്യം രൂക്ഷമാണ്. സ്വാഭാവികമായ ഒരു മണ്ഡലത്തിലെ ജയപരാജയങ്ങളെ വിമത ഭീഷണി വലിയ രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ ഇന്നൊരു ദിവസം മാത്രമേ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് ഈ വിമതരെ പിൻവലിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ അനുനയിപ്പിക്കാനോ ഉള്ള ശ്രമങ്ങൾക്ക് ബാക്കിയുള്ളൂ. നാളെയാണ് നോമിനേഷൻ പിൻവലിക്കേണ്ട അവസാന തീയതി. അതുകൊണ്ട് തന്നെ ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതായ നിർണായകമായ നീക്കത്തിലാണ്. സ്വാഭാവികമായി ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാധീനമുള്ള മേഖലയിൽ ഈ സ്വാധീനമുള്ള ആളുകളുമെല്ലാം പരസ്പരം വിമതന്മാരുമെല്ലാം കോൺടാക്ട് ചെയ്ത് ആ വിമതന്മാരെ പിൻവലിപ്പിക്കുക, വിമതന്മാരെ അനുനയിപ്പിക്കുക തുടങ്ങിയ നടപടികളായിരിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പ്രചാരണങ്ങളിലും ഇന്ന് ഞായറാഴ്ചയാണ്, ഏറ്റവും നിർണായക ദിവസമാണ്. കൂടുതൽ വോട്ടർമാർ വീട്ടിലുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ വീടുകൾ കയറി ഇറങ്ങി വോട്ട് തേടുന്ന ദിവസമാണ് സ്ഥാനാർത്ഥികൾ. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് ചൂടിൽ സജീവമാകും. എസ് കെ എൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.